എ പ്ലസ് എ എന്ത് കിട്ടും? 3a പ്ലസ് 8d പ്ലസ് 9d പ്ലസ് 10d. നിങ്ങൾക്കറിയാം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് എന്താ? 10d പ്ലസ് 9d എത്ര? 19d. 19d പ്ലസ് 8d എത്രയാണ്? 27d ഈക്വൽ ടു 90. കിട്ടിയല്ലോ സംഭവം. ഇനി എന്ത് ചെയ്യുക? ഡിയുടെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ദാ ആ ഡിയുടെ വാല്യൂ ഇവിടെ എടുത്താൽ കൊടുക്കുക. 3a പ്ലസ് 27 ഇൻറ്റു നിങ്ങളുടെ 2 90. അപ്പൊ 27 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദാ കാൽക്കുലേറ്റ് ചെയ്യുക. 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 14. 2 ഇൻറ്റു 2 4 4 പ്ലസ് 1 5 54 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ 3a പ്ലസ് 54 ഈക്വൽ ടു 90 കിട്ടി. ഇനി 54ന്റെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊടുത്തോളൂ. 3a ഈക്വൽ ടു 90 മൈനസ് 54. അറിയില്ലേ കുട്ടികൾക്ക്? ദാ 90യിൽ നിന്ന് 54 നമുക്ക് കുറയ്ക്കണം. ദാ ഇവിടുന്ന് കടമെടുക്കും. അപ്പോൾ ഇവിടെ 10 ആയി, ഇവിടെ 8 ആയി. 10ൽ നിന്ന് 4 പോയാൽ 6, 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 3 ആണല്ലോ. നമുക്ക് എന്ത് കിട്ടി? 36 കിട്ടിയിരിക്കുകയാണ്. 3a ഈക്വൽ ടു 36 കിട്ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോണം. ദാ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എ ഈക്വൽ ടു 36 ബൈ ഈ 3 ഇൻറ്റു 3 ആണ് കിടക്കുന്നത്. ഇൻറ്റു 3 ഇവിടെ വരുമ്പോൾ എന്തായി? ഡിവിഷനായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3ൽ ഹൗ മെനി ടൈംസ്? വൺസ്. 6ൽ എത്ര വട്ടം? 2 ടൈംസ്. നിങ്ങളുടെ ആൻസർ എന്താണ്? എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എ എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിൻ്റെ കൂടെ 2 കൂട്ടി പോവുക. എ പ്ലസ് ഡി, എ പ്ലസ് 2d. ഇതാണ് നിങ്ങളുടെ ഈ ഇത്രയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടേം. എ എന്ന് പറഞ്ഞാൽ 12, എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? 12 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര? 14. പിന്നെ 12 പ്ലസ് നിങ്ങൾ നോക്കി, 12 പ്ലസ് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 4. അപ്പോൾ എത്ര കിട്ടി നിങ്ങൾക്ക്? 16. ഇത്രയാണ് നിങ്ങളുടെ സീക്വൻസ്. ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 12, 14, 16. ഇത്രയോ?